ആന്ധ്രാപ്രദേശിൽ വൈഎസ് ഷർമിളയെ PCC അധ്യക്ഷയാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. നിലവിലെ PCC അധ്യക്ഷൻ രുദ്ര രാജു രാജിവെച്ചു. ഷർമിളയെ വൈകാതെ PCC അധ്യക്ഷയായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. അനൂപ് ദാസ് തന്നെ അതിൻ്റെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകും. അനൂപ്, ഷർമിളയെ എത്തിക്കുന്നതോടെ കോൺഗ്രസിനൊരു വലിയ ഒരു പുനരുജ്ജീവനം ലക്ഷ്യമിടുന്നുണ്ട്. വളരെ ചെറിയ ശതമാനം മാത്രമേ കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് പിന്തുണയുള്ളൂ എങ്കിലും ഷർമിളയുടെ വരവ് കോൺഗ്രസിനെ ഒന്ന് ഉടച്ചു വാർക്കുമോ ശരിക്കും? ഷർമിളയുടെ വരവ് കോൺഗ്രസിന് ഒരു ഊർജ്ജം നൽകും എന്ന പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് തെലങ്കാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഷർമിളയെ ആന്ധ്രയിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ പാർട്ടിയുടെ അധ്യക്ഷയാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ദിവേഷ് ചൂണ്ടിക്കാട്ടിയ പോലെ വളരെ ചെറിയ ശതമാനം 1.7% മാത്രം വോട്ടേ കോൺഗ്രസിന് ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ ലഭിച്ചിട്ടുള്ളൂ. നേരത്തെ തൂത്തുവാരിയ അല്ലെങ്കിൽ വലിയ സീറ്റുകൾ നേടിയ ചരിത്രമുള്ള, പലതവണ ആന്ധ്ര ഭരിച്ച ചരിത്രമുള്ള കോൺഗ്രസ് ഇത്രയധികം തകർന്നടിഞ്ഞു പോയത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളുണ്ട് അവിടെ. കഴിഞ്ഞ തവണ 22 YSR കോൺഗ്രസിനായിരുന്നു, 3 TDP നേടി. ഇത്തവണ TDPയുമായോ ഒരു സഖ്യത്തിനുള്ളൊരു സാധ്യത കൂടി തേടുന്നുണ്ട്. അതെങ്ങനെ സാധ്യമാകുമെന്നതാണ് കോൺഗ്രസ് നോക്കുന്നത്. ശരി, എന്തായാലും YSR രാജശേഖർ റെഡ്ഡിയുടെ മക്കൾ നേർക്കുനേർ വരുന്നു എന്നൊരു രാഷ്ട്രീയ കൗതുകത്തിലേക്ക് കൂടി ആന്ധ്രയിലെ കാര്യങ്ങൾ നീങ്ങുന്നു. അനൂപ് ആണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗത്തിൽ തന്നെ ഷർമിളയുടെ അവിടുത്തെ അധ്യക്ഷയായി, കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു.